നഗരപ്രദേശത്ത് വസിക്കുന്ന സാമൂഹ്യ സുരക്ഷ ആവശ്യമായ 65 വയസ്സ് കഴിഞ്ഞ മുതിർന്ന പൗരന്മാർക്ക് മാനസിക ഉല്ലാസവും ആരോഗ്യ പരിരക്ഷയും അവരുടെ സ്ഥലങ്ങളിൽ തന്നെ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി 2010-11 വർഷം മുതൽ വയോമിത്രം പദ്ധതി കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കി വരുന്നു. ആദ്യഘട്ടമായി കൊല്ലം, തിരുവനന്തപുരം കോർപ്പറേഷനുകളിൽ ആരംഭിച്ച വയോമിത്രം പദ്ധതി ഇപ്പോൾ സംസ്ഥാനത്തെ 6 കോർപ്പറേഷനുകളിലും 85 മുനിസിപ്പാലിറ്റികളിലും 4 ബ്ലോക്ക് പഞ്ചായത്തുകളിലുമായി ആകെ 104 യൂണിറ്റുകളിൽ വിജയപ്രദമായി പ്രവർത്തിച്ചു വരുന്നു. മൊബൈൽ ക്ലിനിക്കിലൂടെ സൗജന്യ ചികിത്സ, സൗജന്യ മരുന്നുകൾ, കൗൺസിലിംഗ്, പാലിയേറ്റീവ് കെയർ തുടങ്ങിയ സേവനങ്ങൾ ഗുണഭോക്താവിൻ്റെ അടുത്തെത്തിക്കുവാൻ കഴിയുന്നു എന്നതാണ് പ്രസ്തുത പദ്ധതിയുടെ സവിശേഷത. വയോജനങ്ങളെ ഏറെ അലട്ടുന്ന ജീവിതശൈലി രോഗനിയന്ത്രണം, മരുന്നുകൾ ഒന്നും മിണ്ടാതിരുന്നേ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോ കേൾക്കല്. ശ്രീമതി കെ ശാന്തകുമാരി. കഴിഞ്ഞ തുടർച്ചയായി ഇവിടെ ചോദ്യം ചോദിച്ചാൽ മതി. ബാക്കി മിനിസ്റ്റേഴ്സ് ഒക്കെ പറഞ്ഞു അങ്ങ് ചോദ്യം ചോദിച്ചാൽ മതി. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗത്തിന്റെ പ്രശ്നമാണ് ഞങ്ങൾ ചോദ്യമായി ഉന്നയിക്കുന്നത്. സർ, ഈ പ്രതിപക്ഷം ഇത്തരത്തിൽ ഇത് തടസ്സപ്പെടുത്തുന്നത് സൂചിപ്പിക്കുകയാണ്. സർ, കേരളത്തിലെ 18% വരുന്ന വയോജനങ്ങളെ ചേർത്ത് പിടിച്ച് ഒരു വയോസൗഹൃദ കേരളം സൃഷ്ടിക്കപ്പെട്ട ഗവൺമെന്റാണ് കേരളത്തെ ഇടതുപക്ഷ ഗവൺമെന്റ്. ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിലാണ് ഒരു വയോജന കമ്മീഷൻ അടക്കം രൂപീകരിക്കപ്പെട്ട ഗവൺമെന്റ്. ഞാൻ അഭിനന്ദിക്കുകയാണ്. സാർ, വയോമിത്രം പദ്ധതിയുടെ ഭാഗമായി ചോദ്യതാണ്, വയോമിത്രം പരിപാടിയുടെ ഭാഗമായി ഇത് എത്ര ഗുണഭോക്താക്കളിൽ എത്ര രൂപയാണ് നാളിതുവരെ സംസ്ഥാന ഗവൺമെന്റ് ചെലവഴിച്ചെന്ന് വ്യക്തമാക്കാമോ? ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വയോമിത്രം പദ്ധതി എല്ലാ കോർപ്പറേഷൻ, മുനിസിപ്പൽ പ്രദേശങ്ങളിലും ബ്ലോക്ക് പഞ്ചായത്തുകളിലും വ്യാപിപ്പിച്ചിട്ടുണ്ട്. വയോജനങ്ങൾക്ക് വാതിൽപ്പടി സേവനവും മെഡിക്കൽ അസിസ്റ്റൻസും ഡോക്ടർമാരുടെയും പാരാമെഡിക്കൽ സ്റ്റാഫിൻ്റെയും സേവനവും മരുന്നുകളും ലഭ്യമാക്കുന്നു എന്ന് മാത്രമല്ല, വയോജന ക്ലബ്ബുകൾ, ചിലയിടങ്ങളിൽ വയോജന പാർക്കുകൾ തുടങ്ങിയ സേവനങ്ങളും അവർക്ക് നൽകി വരുന്നുണ്ട്. മാനസിക ഉല്ലാസത്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതികൾ നടപ്പാക്കുന്നുണ്ട്. എത്ര ഗുണഭോക്താക്കൾ എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ കണക്ക് ഇപ്പോൾ എൻ്റെ കൈവശമില്ല. വിവിധ മുനിസിപ്പാലിറ്റികളിൽ പല അളവിലാണ് വയോമിത്രത്തിൻ്റെ ഗുണഭോക്താക്കൾ അംഗങ്ങളായിട്ട് ചേർന്നുകൊണ്ടിരിക്കുന്നത്. സർ, ഈ പദ്ധതി നഗരപ്രദേശങ്ങളിൽ നിന്ന് കേരളത്തിലെ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ സർക്കാർ ലക്ഷ്യമിടുന്നുണ്ടോ? ഉണ്ടെങ്കിൽ വ്യക്തമാക്കാമോ? ഇപ്പോൾ എല്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളിലും അത് ലഭ്യമല്ല എന്നുള്ളതുകൊണ്ട് എല്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും ഈ സേവനം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളെക്കുറിച്ച് പരിഗണിച്ചു വരികയാണ്. ഉടൻ തന്നെ ആ രീതിയിൽ കേരളത്തിലെ മുഴുവൻ വയോജനങ്ങൾക്കും ഈ സേവനം ലഭ്യമാക്കാനുള്ള സാധ്യത പരിശോധിച്ചു വരികയാണ്.